അവർക്ക് നമസ്കാരം. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അറിയാത്തവരുണ്ടോ അങ്ങനെ ഒരു യൂട്യൂബറെ കുറിച്ച്? ആ യൂട്യൂബർ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന, മെയിനായിട്ടും ജാസിയുടെ കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ജാസിയെ പൊളിച്ചടുക്കിയിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ജാസി തുമ്പൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, അത് ഈ ഹെലനെയാണ്. അപ്പൊ അറിയാത്തവർക്ക് അവരുടെ ഒരു വിഷയം ഇന്നലെ ഏഷ്യാനെറ്റിലും എന്ന് വേണ്ട എല്ലാ ന്യൂസ് ചാനലിലും വലിയ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷയത്തിൽ വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലൻ ഓഫ് സ്പാർട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചു വന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം കൈകാണിച്ചു. പക്ഷേ അമിത വേഗത്തിൽ നിർത്താതെ പോയ വാഹനത്തെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പിന്നീട് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് FIR-ൽ പറയുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചതായി വ്യക്തമായി. പിന്നീട് ഇവരുടെ ഭർത്താവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ FIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. കാസർഗോഡ് ബന്ദിയോട് ഭഗവതി വെച്ചാണ് ഈ വാഹനത്തെ പോലീസ് പിടികൂടിയത്. നമ്മുടെ നാട്ടിൽ വേറെ എന്തെല്ലാം ന്യൂസുകളുണ്ട്. ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇവർക്കൊക്കെ? അറിയാൻ വയ്യ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അവർ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഈ ന്യൂസ് ചാനലുകാർക്കൊക്കെ ഒരു മറുപടി ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം, അവർ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെ അവർ ഒരു ബിയർ കഴിച്ചിട്ട് അവർ വണ്ടി ഓടിച്ചു, അതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അത് ഇത്ര ഒരു ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇത് ഇത്ര ന്യൂസ് ആക്കേണ്ടതും ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ന്യൂസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അവര് നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നിരുന്ന സകലമാന പേരെയും വലിച്ച് കീറി ഒട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജാസിയൊക്കെ നല്ലതുപോലെ വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ്. നമ്മുടെ എന്ത് കാര്യം നടന്നാലും അതിനെ റിയാക്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അവരുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അവർ ഇങ്ങനെ മദ്യം കഴിച്ചിട്ട്, അത് ഒരു സ്ത്രീ ആണെന്ന് ഓർക്കണം, മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു. അവർ പറയുന്നത് അവരൊരു ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് അവർ പറയുന്നത് കേൾക്കാം, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ അഭിപ്രായവും പറഞ്ഞു പോവാം. അവരാദ്യമേ പറയുന്നുണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കണമെന്ന്. സുരക്ഷിതരായിട്ട് വീട്ടിലാണോ ഇരിക്കേണ്ടത്? എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കാൻ നിങ്ങളെ പോലുള്ള ആൾക്കാർ അനുവദിക്കുമോ? ഇങ്ങനെ മദ്യവും കഴിച്ചിട്ട് ഇങ്ങനെ വണ്ടി എടുത്തോണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ വഴിയിലൂടെ റോഡിലൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ്? പിന്നെ നിങ്ങൾ പറയുന്നു സുരക്ഷിതരായി ഇരിക്കണമെന്ന്. ഇരിക്കണേ എന്ന് പറയുന്നു. വീട്ടിനകത്തിരിക്കണം, വെളിയിൽ ഇറങ്ങരുത് അല്ലേ? വെളിയിലിറങ്ങിയാൽ എന്നെ പോലുള്ള ആൾക്കാർ നല്ലതുപോലെ മദ്യം കഴിച്ചുകൊണ്ട് ഇറങ്ങും, നിങ്ങളുടെ മെക്കിട്ട് കയറുകയും ചെയ്യും, നിങ്ങൾക്ക് പലതും സംഭവിക്കും. അതുകൊണ്ട് സുരക്ഷിതരായി നിങ്ങൾ വീട്ടിലിരിക്കണം, എന്നെ കണക്കുള്ള ആൾക്കാരെ നിങ്ങൾ പേടിക്കണം എന്നല്ലേ അവർ പറയുന്നത്. നിങ്ങൾ പിന്നെ എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്ന് പറയാനായിട്ട് ഒരു റൈറ്റ്സും ഇല്ല. എന്റെ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒളിവിലാണ് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തോണ്ട് പോയെന്നൊക്കെ ഉള്ളത്. വാഹനം പോലീസുകാർ എടുത്തോണ്ട് MDMA ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ ന്യൂസുകാരാണ്. എന്തെങ്കിലും ഒരു ഇത്തിരി താനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊടുക്കും തൊങ്ങലും കൂട്ടി കുറച്ച് അധികമാക്കി കാണിക്കാനും പറയാനും അവർക്ക് ഭയങ്കര സന്തോഷമാണ്, സ്പെഷ്യലി ന്യൂസ് ചാനലുകാർക്ക്. അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും നിങ്ങൾ മദ്യം കഴിച്ചു, നിങ്ങളെ പിടിച്ചു, അത് ശരിയാണേ. അപ്പൊ പിന്നെ അവർ കുറച്ച് അവർക്കുള്ള ന്യൂസിന്റെ എല്ലാവരും കാണാനും കേൾക്കാനും കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് അവരുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു. എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അവർ പറയുന്നു, അവര് എത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നത്. നമ്മൾ പോയിട്ട് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു ജ്യൂസ് കഴിച്ചിട്ട് വരുന്നത് കണക്കാ അവർ പറയുന്നത്. ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, പോയപ്പോൾ ഞാനൊരു ബിയർ കഴിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചു. എത്ര ഈസി ആയിട്ടാണ് അവർ പറയുന്നത്. സ്ത്രീകള്, പുരുഷന്മാരേ മദ്യം കഴിക്കുന്നത്, ബിയർ ആയാലും മദ്യം കഴിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള നിങ്ങളെ കണക്ക് നിങ്ങളൊരു ചെറിയ പെൺകുട്ടിയല്ലേ, പോയിട്ട് മദ്യം കഴിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചു എന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് നാണമില്ലേ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി? ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ഞാനിങ്ങനെ മദ്യവും കഴിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ എന്നെ ആരെങ്കിലും ഒക്കെ കാണും, അല്ലെങ്കിൽ ഇൻ കേസ്
കേസ് റോഡിലോടൊപ്പം പോലീസ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു വാർത്തയാവും. എന്നെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാവുന്ന ഒരാളാണ്, എന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ പലർക്കും അറിയാം, അപ്പൊ അത് ഒരു വാർത്തയാവും എന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലോ. എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്, ഞാൻ വന്ന് ബിയർ കഴിച്ചു എന്നിട്ട് വണ്ടി ഓടിച്ചു. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. അവര് പറയുന്നു അവരെ പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെ ആൾക്കാർ തിരിച്ചറിയും, ഈ ലൈറ്റും ബഹളവും ഒക്കെ ആയതുകൊണ്ട് തിരിച്ചറിയും. അതേപോലെ തന്നെ അവര് അതുകൊണ്ടാണ് അവർ വണ്ടി നിർത്താതെ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞത് ഇതിനകത്ത് എഫ്ഐആറിൽ പറയുന്നത് രാത്രിയിൽ 2 മണിക്കാണ് നിങ്ങളെ പോലീസ് പിടിച്ചതെന്നാണ്. ഈ രാത്രി 2 മണിക്ക് റോഡ് നിറച്ചും ആൾക്കാരാണോ നമ്മുടെ നാട്ടില്? നാട്ടിലങ്ങ് ആൾക്കാർക്കാർക്ക് ഉറക്കമൊന്നുമില്ലേ? എല്ലാവരും റോഡിൽ ഇറങ്ങി നിൽക്കുവാണോ? ഈ രാത്രിയിൽ 2 മണിക്ക് ഏത് ആൾക്കാരാണ് നിങ്ങളെ തിരിച്ചറിയുന്നത് ഈ ലൈറ്റും ബഹളവും ഒക്കെ കണ്ടിട്ട്? എന്നാൽ ഈ രാത്രിയിൽ 2 മണിക്കൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ആരും കാണില്ല, പോലീസൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവർ പോയി. വണ്ടി ഓടിച്ച് അവർ നിർത്താതെ പോയതും അവരെ തിരിച്ചറിയില്ല, പിടിക്കില്ല, പോലീസ് വിചാരിക്കും പോയില്ലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും എന്ന് കരുതിയായിരിക്കും അല്ലേ? എന്തായാലും പണി കിട്ടി. ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നു ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അത് എടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും അവര് ആ സാധനത്തിൽ ഊതിയ കാര്യം പറയുന്നുണ്ട്. എഫ്ഐആറിൽ പറയുന്നത് 80 മില്ലിക്ക് കൂടുതൽ ഇവർ ഊതിയപ്പം അതിനകത്ത് തെളിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ നോർമലായിട്ട് ഉപയോഗിക്കാവുന്നത് 30 ml മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. 30 ml താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലീഗൽ അല്ല, കുഴപ്പമില്ല. പക്ഷേ 80 മേളിൽ ഇവരുടേത് പോയിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ പരക്കെ നടക്കുന്നത് ഇവർ നന്നായിട്ട് മദ്യം കഴിച്ചിട്ടുണ്ടെന്നാണ്. ഒരു ബിയറൊന്നും അല്ല, ഒരു ബിയർ കഴിച്ചു കഴിഞ്ഞാൽ ഈ 80 മേളിൽ ഉള്ളത് കാണിക്കില്ല. 3-4 ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ 80 മേളിൽ കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ ഒരു ബിയർ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറയുന്നത് തികച്ചും കള്ളമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. ഞാനല്ല പറയുന്നത് കേട്ടോ, ഞാനങ്ങനൊന്നും പറയത്തില്ല, എനിക്ക് കാര്യം അറിയത്തില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരക്കെ ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത്. സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ശരിയാണ്, ഞാനും കൂടി ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലും അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, ഞാൻ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി ചെക്ക് ചെയ്യും. പോലീസുകാരെ കുറിച്ച് പറയുന്നു, വളരെ നല്ല പോലീസുകാരായിരുന്നു അവർ. ഇതിന്റെ കാര്യങ്ങൾ ദൂഷ്യവശങ്ങൾ എല്ലാം പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. ഇത്ര സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഘോരമായിട്ട് പ്രസംഗിക്കുകയും എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളും കണ്ടെത്തി എല്ലാം പറയുന്ന നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ ഒരു വലിയ തെറ്റാണെന്ന്? ഇങ്ങനെ മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? 12 ml ഒരു പെഗിന്റെയും കണക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ഇത്രയും കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്? അത് ആ പോലീസുകാർ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരിയായിട്ടുള്ള എനിക്ക് മനസ്സിലാവും നമ്മൾ മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. പോലീസുകാർ പറഞ്ഞത് കണക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ആരും ഉത്തരം പറയുമായിരുന്നു? നിങ്ങൾ കൈമലർത്തിയനെ ഞാൻ അറിഞ്ഞില്ല. എത്രയോ നമ്മൾ സെലിബ്രിറ്റീസിനെ കണ്ടിരിക്കുന്നു മദ്യം കഴിച്ചിട്ട് റോഡിൽ കിടന്ന് ഡ്രാമ ചെയ്യുന്നതും വണ്ടി കൊണ്ടുപോയി ഓരോരുത്തരുടെ മേലിൽ കയറ്റുന്നതും ഒക്കെ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. അത് കണക്ക് ഒരു കേസായിട്ട് അങ്ങ് പോയേനെ. കുറച്ച് നാള് നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കണക്ക് നിങ്ങളുടെ കാര്യം കുറച്ച് നാൾ ചർച്ച ചെയ്തേനെ. നഷ്ടപ്പെടുന്ന ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടു, അത്രയേ ഉണ്ടാവത്തുള്ളൂ അല്ലേ? വളരെ സിമ്പിൾ. നിങ്ങൾ പറഞ്ഞു പോലീസുകാർ വളരെ നല്ല ആൾക്കാരാണെന്ന്. പോലീസുകാർ എന്താ ചെയ്തത്? നിങ്ങളെ പിടിച്ച് ഈ രാത്രി 2-3 മണിക്കൊന്നും ആരും മൊബൈലുമായിട്ട് നിങ്ങളുടെ പുറയൊന്നും നടന്നില്ലല്ലോ. ഈ പോലീസുകാർ തന്നെയല്ലേ ന്യൂസ് ചാനലുകാരെ വിളിച്ച് അറിയിച്ചത്? ഈ ന്യൂസ് കൊടുത്തത് പോലീസുകാർ തന്നെയല്ലേ? അപ്പൊ ഈ പോലീസുകാർ അത്ര നല്ല ആൾക്കാരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല, അവര് തന്നെയാണ് ന്യൂസുകാരെ വിളിച്ചറിയിച്ചത്. ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു മദ്യം കഴിച്ച രീതിയിൽ പിടിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെയാണ് ന്യൂസ് ചാനലുകാർക്ക് കൊടുത്തത്. അങ്ങനെയാണ് ന്യൂസ് ചാനലുകാർ അറിഞ്ഞ് നിങ്ങളെ ന്യൂസ് ചാനലുകാർ ആഘോഷിച്ചത് അല്ലേ? വേറെ എന്തെങ്കിലും കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാർ പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്.
ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കം, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ, വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, ഒരിക്കലും ഞാനത് റിപ്പീറ്റ് ചെയ്യൂല. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദ ഞാൻ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോ, പിന്നെ കുറച്ചുപേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്ന് എഴുതിയിട്ടാ ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മാപ്രകളോട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. എന്തെന്നെ ആവട്ടെ, ഞാനിപ്പം സ്റ്റേഷനിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യോ? ഇല്ല, അത് ശരിയാണ് കേട്ടോ. അവരുടെ ഫോട്ടോസ് ഇട്ടുന്നില്ല, നല്ല സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസുകളാണ്, മറ്റുള്ള ആൾക്കാരെ കണക്കൊന്നും അല്ല. ചില ന്യൂസുകളിലൊക്കെ ചിലവരുടെ ഫോട്ടോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഫോട്ടോസുകളായിരിക്കും ന്യൂസുകാരിടുന്നത്. പക്ഷെ ഇവരുടെ ഫോട്ടോസുകളൊക്കെ ഇട്ടുന്നത് വളരെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസുകളാണ്. അതിൽ ന്യൂസുകാർക്ക് വരുന്നത്. പിന്നെ ന്യൂസുകാർക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെയൊന്നും അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കാരണം അവരുടെ ചാനലിനെയും കാട്ടിയും ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്കുള്ള ചാനലുകാർക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഒരുപാട് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഒരു കുശുമ്പുണ്ടെന്ന് തോന്നുന്നു ഈ യൂട്യൂബേഴ്സിനോട്, ന്യൂസുകാർക്ക്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു യൂട്യൂബറുടെ, അതായത് കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്ന ഒരു യൂട്യൂബറുടെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്രയ്ക്ക് അങ്ങ് പബ്ലിസിറ്റി ആക്കി, ഇത്രയ്ക്ക് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുത്ത് സകലമാന ന്യൂസ് ചാനലിലും അടിച്ചുവിട്ടെ. അല്ലാതെ ഇവരുടെയൊക്കെ ന്യൂസൊക്കെ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഇവരെയൊക്കെ ഇത്രയ്ക്ക് അങ്ങ് പൊക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അവർ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അവരെപ്പോഴും ഒരാളുടെ വീഡിയോ തന്നെ ഫോക്കസ് ചെയ്ത് ഒരാളെ അങ്ങനെ വാലിച്ച് കീറിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവരെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അത്രയ്ക്ക് അങ്ങ് നല്ല പിള്ള ചമയൊന്നും വേണ്ട. കാരണം നിങ്ങൾ മദ്യപിച്ചു വണ്ടി ഓടിച്ചു, നിങ്ങളെ പോലീസ് പിടിച്ചു. അല്ലാതെ ഇതിന്റെ പിന്നിൽ നിങ്ങളെ മദ്യം കഴിക്കാൻ ആരും പ്രേരിപ്പിച്ചില്ല, നിങ്ങളെ വണ്ടി ഓടിക്കാൻ ആരും പ്രേരിപ്പിച്ചില്ല, പോലീസുകാരെ നിങ്ങളുടെ പുറകെ പറഞ്ഞു വിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ ചെയ്ത തെറ്റാണ്. നിങ്ങൾ സ്വന്തമായിട്ട് മദ്യം കഴിച്ചു, സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു, നിങ്ങളെ പോലീസ് പോക്കി. അല്ല, നിങ്ങളെങ്ങ് വലിയ നല്ല പിള്ളയൊന്നും ചമയണ്ട, നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അത് അതിന്റെ പിന്നിൽ കളിച്ചിട്ട് എന്താ നിങ്ങൾ മദ്യമൊക്കെ കഴിക്കാൻ പോകുന്നത് എന്തോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചാണോ മദ്യം കഴിപ്പിച്ചത്? വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിന്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചില്ല. നിങ്ങളുടെ പ്രവർത്തി കേടുകൊണ്ടാണ് നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടിയത്, പണി കിട്ടിയത്. ഓക്കെ. പിന്നെ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേരുടെ കമന്റ് ഞാൻ പല വീഡിയോസിന്റെ ഈ പറയുന്ന ന്യൂസിന്റെ താഴത്തും കണ്ടു. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഓൾ. എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കൊലക്കുറ്റം ചെയ്തതുപോലെ നിന്റെ ഫോട്ടോ വരുന്ന കണ്ടു, പെറ്റി കേസൊക്കെ ഇപ്പം ന്യൂസ് ചാനലുകാർ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയല്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഹെലൻ ഓഫ് സ്പാർട്ടയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കളയല്ലേ, ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു അതിന്റെ പേര്, FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലൻ ഓഫ് സ്പാർട്ട അടക്കം 16ഓളം പെൺകുട്ടികൾ അടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആൾ കാണുള്ളൂ.
നല്ലതാണ്. അപ്പൊ അവരിപ്പോ ചോദിച്ചു അവർ തെറ്റാണ് ചെയ്തത്, അവരെ സപ്പോർട്ട് ഒരിക്കലും ഞാൻ ചെയ്തില്ല. പക്ഷെ അവരിപ്പോ ചോദിച്ച ഈ ചോദ്യം വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ന്യൂസുകൾക്കൊന്നും ന്യൂസ് ചാനലുകാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അതൊന്നും കാണാൻ അധികം ആൾക്കാരുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറുടെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെയൊക്കെ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, അവർക്ക് റീച്ച് കിട്ടും എന്ന് ന്യൂസ് ചാനലുകാർക്കും അറിയാം. അതുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള ന്യൂസുകൾ എല്ലാ ചാനലുകാരും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇട്ടത് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവര് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഇവരെ ഇങ്ങനെ ഒരു കുറ്റത്തിന് ഇങ്ങനെ പോലീസ് പിടിച്ചപ്പോൾ വളരെ സോഷ്യൽ മീഡിയയിൽ സന്തോഷിച്ചതും ആഘോഷമാക്കിയ ഒരാളുണ്ട്. ആരാന്നറിയാമോ? ജാസി പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ. ആരും എന്നെ ടാഗ് ചെയ്യേണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യേണ്ട. നിങ്ങളെ പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ? പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞു സഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ അല്ലപ്പോ നീ കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ജാസി പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത നല്ല ക്ലിയർ ക്യാരക്ടർ ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ പിന്നെ ജാസിക്ക് കർമ്മയൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. ഇപ്പൊ ഇവർക്ക് ഹെലന് കർമ്മ കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഇത് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. ജാസിക്ക് അപ്പൊ കർമ്മയൊന്നും ബാധിക്കത്തില്ലേ? ഞാൻ ജാസി ചെയ്ത മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു കുറച്ച് നാൾ മുന്നേ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഉമ്മ വന്നിട്ട് കരയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രം പോരെ. എന്നിട്ട് ജാസി ഇപ്പോൾ ഇവരുടെ വീട്ടുകാരെ കുറിച്ചും ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇവരുടെ വീഡിയോയിൽ എടുത്തിട്ടില്ല. അതായത് ഹെലൻ ഒരാളൂടെ ഇറങ്ങിപ്പോയതാണെന്നും അപ്പോൾ ഇവരുടെ വീട്ടുകാരുമായിട്ടൊന്നും യോജിച്ചല്ല ജീവിക്കുന്നത് ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ജാസിയുടെ വീഡിയോയിലൊന്നും ജാസിയുടെ അമ്മയും അച്ഛനെയും കൂടെ കൊണ്ടു നിർത്തി വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ജാസിയുടെ കൂടെ ഉള്ള ആഷിയുടെ അമ്മയും അച്ഛനെയും കൂടെ കൊണ്ടു നിർത്തി വീഡിയോ എടുക്കുന്നതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് മറ്റുള്ള ഒരാളെ കുറ്റം പറയുന്നത്? സ്വന്തം കുറ്റങ്ങൾ നോക്കിയിട്ട് വേണ്ടേ മറ്റൊരാളെ കുറ്റം പറയാനായിട്ട്? ജാസി അത്ര നല്ല പിള്ളയൊന്നും അല്ല. ജാസിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരാളാണ്, ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ പിന്നെ എന്തിനാണ് മറ്റൊരാൾക്ക് കർമ്മയാണ് പിന്നെ ഭഗവാനെയും അള്ളാഹുവിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഒക്കെ സംസാരിക്കുന്നത്? ശരിയാണോ അത്? ശരിയല്ല. അവരവരുടെ കുറ്റം മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതേ കണക്ക് ഒരാൾക്ക് ഇപ്പോ ഈ ഹെലൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയായിരിക്കും അത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ഇതിന്റെ പേരിൽ ജാസി ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹെലൻ ചെയ്തത് ഒട്ടും നല്ലതല്ല. അവര് ഒരു പെൺകുട്ടിയായി ഈ ഒരു പ്രായത്തിൽ ബിയർ അവർ പറയുന്ന ഒരു ബിയറെ കഴിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചതും ഒക്കെ അങ്ങേറ്റം തെറ്റാണ്. മദ്യത്തെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു തരത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരെയും വലിച്ചു കീറുകയും എല്ലാവരുടെ കുറ്റങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയുക.